ഞാനിന്ന് വയലൻസ് ഇല്ലാത്ത ഒരു പടത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഈ പടം തുടങ്ങുന്നത് സ്വന്തമായിട്ട് ഒരു ഹാർബറും പിന്നെ ഗോൾഡ് സ്മഗ്ലിങ്ങും വാച്ച് സ്മഗ്ലിങ്ങും ഓർഗൻ ട്രാഫിക്കിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരു കോടീശ്വരൻ അണ്ണനെ കാട്ടിയിട്ടാണ്. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ ഇങ്ങനെ കുറിച്ച് പറയണെങ്കിൽ സ്വന്തം തന്തേനെ കൊന്ന ആള് മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങേരെ ഓർമ്മ പോലും ഇല്ലാത്ത ഒരു മണ്ടനാണ് ഇങ്ങേര്. எனக்கு ஏன்னா எங்கேயோ பார்த்த மாதிரி இருக்கு, எங்கேயோ பார்த்திருக்கு, എങ്കിയോ പാത്തിരിക്കും. അപ്പനും അപ്പാപ്പനും ഒക്കെ ആയിട്ട് വലിയ മറവിക്കാരായിരുന്നു, അതുകൊണ്ട് എന്നെ മറവിമത്തായി എന്നാ വിളിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഹാർബർ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മച്ചാനാണ്. ഉണരൂ ഉണരൂ സമയമായി മണിയേഴല. പിന്നെ ഇങ്ങനെ ഭയങ്കര ഡോണാണെന്ന് എനിക്ക് പറയണത്. പക്ഷെ കുറച്ചു പേരെ കൊന്നു കഴിഞ്ഞിട്ട് ആ ബോഡി ഇങ്ങനെ ക്ലിയർ ചെയ്യണ്ടെന്ന് ഇങ്ങനെ അറിയില്ല പോലും. ஒரே நைட்ல 22 பாடிஸையும் கிளியர் பண்ணணும். சைமனுக்கு என்ன பண்றதுன்னே தெரியல. ഒന്നും അറിയാത്ത ഇള്ളിള്ള കുഞ്ഞു. ഇങ്ങേർക്ക് ഫുൾ കൺട്രോളിൽ ഒരു ഹാർബർ ഉണ്ടായിട്ട് ബോഡി കത്തിക്കുക അല്ലെങ്കിൽ കല്ല് കെട്ടിയിട്ട് വല്ല കടലിലെറിയാത്ത എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പേട്ടപ്പാടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ മറന്നുപോയി. ഓർമ്മ കാണില്ല, പ്രായം കൂടി വരികയല്ലേ. വലിയ ചന്ദനാദി മറക്കണ്ട. പിന്നെ ഇങ്ങനെ ബോഡി ക്ലിയർ ചെയ്യാനായിട്ട് ഡിപ്ലോമ എടുത്തിട്ടുള്ള നമ്മുടെ കട്ടപ്പയുടെ അടുത്തേക്ക് പോകും. കട്ടപ്പ എന്നിട്ട് ആ ബോഡി ടൈം ട്രാവൽ ചെയർ വെച്ചിട്ട് അങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുക്കും. എന്തൊക്കെയായിരുന്നു ഈ ചെയർ വെച്ചിട്ടുള്ള കഥകള്. ഇതൊരു മരിച്ച വ്യക്തിയുടെ ശരീരത്തിൽ വൈദ്യുതോർജ്ജം കടത്തിവിട്ട് അവരെ വീണ്ടും ജീവിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആകാം. പിന്നെ നമ്മുടെ കട്ടപ്പയ്ക്ക് ഒരു കൂട്ടുകാരനുണ്ട്. 30 വർഷമായിട്ട് മുമ്പരെ ഹൈഡ് ചെയ്ത് വെച്ചേക്കാണെന്ന് പറയണേ. നമ്മൾ വിചാരിക്കും ഇങ്ങനെ പേരൊക്കെ മാറ്റിയിട്ട് വല്ല പട്ടിക്കാട്ടിൽ താമസിക്കുകയെന്ന്. ഒരിക്കലും അല്ല, മുമ്പര് സ്വന്തം പേരിൽ ഒരു മാൻഷൻ തുടങ്ങിയിട്ട് അവിടെ താമസിക്കുക. നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. അവിടെയാണ് നമ്മുടെ രജനിയാണ് ഉള്ളത്. രജനിയുടെ ഇൻട്രോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറച്ചി വെട്ടുകാരനായിട്ടുള്ള ഇൻട്രോയാണ് ഒരു പാൻ ഇന്ത്യൻ മൂവിയിൽ കൊടുത്തേക്കണേ. മനുഷ്യനല്ലേ പുള്ളേ, വെറുതെ ആർക്കും ദ്രോഹില്ലാത്ത ചെറിയൊരു ഇറച്ചി കഷ്ണം ഒടിക്കാനേ. പിന്നെ ആ സ്ഥലത്ത് എന്തെങ്കിലും വീണിട്ട് ആ സ്ഥലം വൃത്തികേടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ രജനിയണ്ണ കിടന്ന് തുടച്ചു കൊടുക്കും. ഇങ്ങനെ ഇങ്ങനെ ചെയ്യൂ ബാലു, ഇങ്ങനെ 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 ചെയ്യൂ ബാലു, ഇങ്ങനെ 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 ബാലു, ഇങ്ങനെ ഇങ്ങനെ. ഇതെന്നാട്ടോ മയിലാട്ട പാത്രിക പുലിയാട്ട പാത്രിക? ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. മാർഗം കളിയാ? ഒരു മാർഗം ഇല്ലാണ്ടാവും ഒരു കളി കളിക്കൂലേ, മാർഗം കളി. പിന്നെ ആ സ്ഥലത്ത് ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്. രജനിയണ്ണ വിസിലടിച്ചാൽ മാത്രം മൂപ്പര് റൂമിൽ നിന്ന് പുറത്തിറങ്ങുള്ളൂ. നമ്മുടെ രജനിയണ്ണാണെങ്കിൽ വിസിലടിക്കണ കാര്യം മറന്നുപോയി. അങ്ങനെ 30 കൊല്ലമായിട്ട് അങ്ങനെ ആ റൂമിൽ തന്നെയാ. തുറന്നു വിടാനാ പറഞ്ഞത്. നിന്റെ ശവം പോലും കമ്മീഷൻ 3 വെളി കാണിക്കില്ല. പിന്നെ ഒരു ദിവസം കട്ടപ്പേന ആരോ കൊല്ലും. കട്ടപ്പ പടയ കാരണം ബോഡി ക്ലിയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ കോടീശ്വരനാകെ ടെൻഷനാവും. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? அவங்க படுற கஷ்டத்தை பார்த்தா நம்மளே கூட ஒரு 2 பாடி வாங்கிட்டு போய் நம்ம வீட்டு கட்டில கடியை ஒழிச்சு வச்சுக்கலாமா அப்படின்ற மாதிரி அவ்வளோ கஷ்டப்படுறாங்க. എന്നിട്ട് ഈ പൊട്ടന്മാര് സഭ കൂടിയിട്ട് ഇനി എന്താ ചെയ്യാന്ന് ഭയങ്കര ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് ഒരു പെട്രോൾ വാങ്ങാനായിട്ടുള്ള ബുദ്ധി പോലെ ഈ മണ്ടന്മാർക്ക് ആർക്കും തോന്നില്ല. എന്നിട്ട് ഇവന്മാര് അവസാനം നമ്മുടെ ശ്രുതി ചേച്ചിനെ കിഡ്നാപ്പ് ചെയ്തിട്ട് അവരെ കൊണ്ട് ബോഡി ക്ലിയർ ചെയ്യാൻ തീരുമാനിച്ചിട്ട് ഹോസ്റ്റലിലേക്ക് ഗുണ്ടകളെ വിടും. അപ്പൊ നമ്മുടെ രജനിയണ്ണ വന്നൊരു ഒറ്റ ഇടി ഇടിക്കുമ്പോ ഗുണ്ടകളുടെ വായിന്ന് പത വരും. ഈ ഇടി കൊണ്ട് പത വന്ന ആളുടെ ബൈസെപ്സും ട്രൈസെപ്സും നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങേരൊന്നും കൈകൊണ്ട് ഒരു ഇടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രജനിയണ്ണ പടം വന്നിട്ട് ഇത്ര മസിലുള്ള ആളുടെ കൈയൊക്കെ പിടിച്ച് തിരിക്കും നമ്മുടെ രജനിയണ്ണ. പിന്നെ രജനിയണ്ണ നമ്മുടെ മച്ചാന്റെ അടുത്തേക്ക് പോകും. മച്ചാൻ ബോഡി ക്ലിയർ ചെയ്യാൻ പറ്റാത്ത വിഷമം പറയുമ്പോൾ നമ്മുടെ രജനിയണ്ണ അതിനെന്താ ഞാൻ ചെയ്തു തരാലോ എന്ന് പറഞ്ഞിട്ട് ആ ബോഡിയൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കും. പിന്നെ ഇവര് ഓർഗൻ ട്രാഫിക്കിംഗ് ഒക്കെ ചെയ്യണ ആൾക്കാരാന്ന് പറയണ. എന്നിട്ട് ഇത്ര ബോഡി കിട്ടിയിട്ട് അതിൽ നിന്ന് ഓർഗൻസ് എടുക്കാണ്ട് അത് ഭസ്മാക്കി കളയണ മരവാഴകളാണ് ഇവര്. എന്റെ പൊന്നു മണ്ടന്മാരെ. പിന്നെ നമ്മുടെ കോടീശ്വരനാണ് ഒരു ഇൻഫോർമേഷൻ കിട്ടും. നമ്മുടെ മച്ചാൻ നൈസായിട്ട് സ്പൈ കളിച്ചിട്ട് നമുക്കിട്ട് പണിയാന്ന്. എന്നിട്ട് ചിറ്റിക എടുത്ത് തലമണ്ടക്കിട്ട് ഒരെണ്ണം കൊടുക്കും. അല്ല, ഈ ചിറ്റിക തലേമ കൊള്ളല്ലേ അല്ലേ? ഒരു കയ്യബദ്ധം നാട്ടിക്കരുത്. എന്നിട്ട് നമ്മുടെ മച്ചാൻ പടം വന്നിട്ട് ആ ബോഡി നമ്മുടെ കോടീശ്വരൻ രജനിയണ്ണന് ക്ലിയർ ചെയ്യാനായിട്ട് കൊടുക്കും. എന്നിട്ട് രജനിയണ്ണ ഒരു സിംതേരിയിൽ കൂച്ചിടും. പിന്നെ അവിടെ വെച്ചിട്ട് നമ്മുടെ മച്ചാൻ അണ്ടർടേക്കറിന്റെ മഴ കുഴിന്ന് എഴുന്നേറ്റ് വരും. ഉണരൂ ഉണരൂ. നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാടാ. പിന്നെ നമ്മുടെ മച്ചാൻ അവിടെ കിടന്ന് കരയും. അത് കാണുമ്പോൾ നമ്മുടെ രജനിയണ്ണയ്ക്ക് വിഷമാവും.
പിന്നെ മച്ചാനെ ട്രെയിനിൽ കൊണ്ടാക്കും. എന്നിട്ട് ശ്രുതി ചേച്ചീനെ നമ്മുടെ മച്ചാന്റെ കൂടെ ആക്കിയിട്ട് പോരും. ബുദ്ധിയുള്ള ആരെങ്കിലും ഒരു ക്രിമിനലിന്റെ കൂടെ ഒരു പെണ്ണിനെ കഴിക്കോ? ഇതെല്ലാം ഒരു എന്റർടൈൻമെന്റ്. പിന്നെ നമ്മുടെ രജനി അണ്ണ അൽസിമേഴ്സ് അണ്ണന്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് അൽസിമേഴ്സ് അണ്ണൻ CCTV-ൽ നമ്മുടെ കട്ടപ്പേനെ മച്ചാനെ ഇടിച്ചു കൊല്ലുന്നത് കാട്ടി കൊടുക്കും. അല്ലാതെ CCTV-ലൊക്കെ ഇത് റെക്കോർഡ് ആണെങ്കിൽ ഇങ്ങേരെന്താ മച്ചാനെ കൊല്ലാൻ ഇത്ര ലേറ്റ് ആക്കിയേ? എടാ ഞാനിതൊക്കെ കണ്ടതാ എന്നിട്ട് മറന്നുപോയി. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? പിന്നെ നമ്മുടെ രജനി അണ്ണനെ മച്ചാൻ വിളിക്കും. എന്നിട്ട് ശ്രുതി ചേച്ചിനെ കിഡ്നാപ്പ് ചെയ്തെന്ന് പറയും. എന്നിട്ട് ശ്രുതി ചേച്ചിനെ കൊണ്ട് ആ ട്രെയിൻ ഓടിപ്പിക്കും. എന്തോന്നടേ ഇത്? ഒരോളമായിക്കോട്ടെ എന്ന് കരുതി. ഇതറിയുമ്പോൾ നമ്മുടെ രജനി അണ്ണൻ ട്രാൻസ്ഫോം ആവും. ഇതാണ് നമ്മുടെ ലോക്കി എണ്ണം പറഞ്ഞിട്ടോളം രോമം 1.5 ഇന്റർവെൽ പഞ്ച്. പക്ഷെ എന്റെ രോമം ഒന്നും എണീക്കുന്നില്ല. ഞാൻ അങ്ങനെ തട്ടി നോക്കി, രോമം എവിടെയെങ്കിലും എണീക്കുന്നുണ്ടോ, ഏതെങ്കിലും ഒരു രോമം. പിന്നെ നമ്മുടെ രജനി അണ്ണൻ നമ്മുടെ മച്ചാന്റെ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്യും. ഇത് നമ്മുടെ മച്ചാൻ അറിയുമ്പോൾ നമ്മുടെ ശ്രുതി ചേച്ചിനെ വെറുതെ വിടും. എന്നിട്ട് രജനി അണ്ണയുടെ ആൾക്കാരുടെ കൂടെ ശ്രുതി ചേച്ചി പോവും. പിന്നെ നമ്മുടെ മച്ചാന്റെ പെണ്ണിന്റെ ഒരു വുമൺ എംപവർമെന്റ് സീന. അയ്യോ ഞാൻ പാവണേ, അയ്യോ ഞാൻ പാവണേ. എടി മനസ്സിലായി, നീ പാവ മതി. എന്നിട്ട് ഇവിടെ വുമൺ എംപവർമെന്റ് സീൻ കാട്ടിയിട്ട് അവിടെയുള്ളവരൊക്കെ ഇടിച്ചു കൊന്നിട്ട് അവിടുന്ന് രക്ഷപ്പെടും. പിന്നെ നമ്മുടെ മച്ചാൻ ശ്രുതി ചേച്ചിനെ പിടിക്കാനായിട്ട് പോകും. പിന്നെ നമ്മളാരെങ്കിലും കൊല്ലാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി സേഫ് ആവാനല്ലേ നോക്കുക. പക്ഷെ നമ്മുടെ ശ്രുതി ചേച്ചി ആട് വ്യത്യസ്തയാണ്. തട്ടുകടയിൽ നിന്നിട്ട് ഫുഡ് കഴിക്കും, പാർസൽ വാങ്ങി പോവാണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ രജനി അണ്ണയുടെ സ്ഥലത്തേക്ക് കുറച്ച് ഗുണ്ടകൾ വരും. അപ്പൊ നമ്മുടെ രജനി അണ്ണ വിസിലടിക്കുമ്പോൾ ആ റൂമിൽ തവസയുടെ ആൾ ഇറങ്ങി വരും. രജനി അണ്ണ വിസിലടിച്ചില്ലെങ്കിൽ ആ മറ്റേ ഗുണ്ടകൾ ആ സ്ഥലത്ത് ഒരു ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മറ്റേ അണ്ണൻ ആ റൂമിലിരുന്ന് സമാധി ചെയ്യാനെ വിസിലടിച്ചില്ലായിരുന്നെങ്കിൽ. പിന്നെ നമ്മുടെ രജനി അണ്ണൻ നമ്മുടെ കോടീശ്വരൻ അണ്ണനെ ഷിപ്പിൽ വെച്ച് ബ്ലാസ്റ്റ് ചെയ്യും. ആ സമയത്ത് BD അണ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ ഗ്യാങ് വന്നിട്ട് നമ്മുടെ രജനി അണ്ണനെയും ടീംസിനെയും പൊക്കും. പിന്നെ BD അണ്ണൻ രജനി അണ്ണന്റെ ഗ്യാങ്ങിലുള്ളവരെ വെടിവെക്കും. അല്ലാതെ ബാബുവേട്ടനല്ലേ? വന്ന് ബാബുവേട്ടൻ ഒരു ഡെത്ത് സ്റ്റാർ ആയി. പിന്നെ നമ്മുടെ രജനി അണ്ണൻ നമ്മുടെ BD അണ്ണന് ബീഡി കൊടുത്ത് മയക്കും. എനിക്കൊന്നും ആയില്ല. ഏതോ പൊളിഞ്ഞ ബീഡി കമ്പനിയുടെ MD ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവരെല്ലാവരും കൂടിയിട്ട് നമ്മുടെ മച്ചാനെ കുഴിയിലിട്ട് മൂടും. അങ്ങനെ പടം കഴിഞ്ഞു. One coolie equal to 100 bashas.